മഖാമിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ പ്രാവശ്യം നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് പറവണ്ണ സയ്യിദ് മുഹമ്മദ് ഖാജ തങ്ങൾ വലി അവരുടെ ചരിത്രമാണ്. നിരവധി കറാമത്തുകളുള്ള വലിയൻ്റെ ചരിത്രത്തിലേക്ക് ഒരു ചെറിയ എത്തിനോട്ടമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. പ്രപഞ്ചനാഥനായ അള്ളാഹുവിനത്രേ സർവസ്തോത്രങ്ങളും. അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവറുകളിലും കുടുംബാദികളിലും അനുചരന്മാരിലും ലോകനിയന്താവിന്റെ അനുഗ്രഹങ്ങൾ സദാ വർഷിക്കുമാറാകട്ടെ. പ്രവാചകന്മാരെ അള്ളാഹു ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ നിയോഗിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുവാൻ അവർക്ക് അമാനുഷികമായ ചില കഴിവുകൾ നൽകി സഹായിക്കുകയും ചെയ്തു. അന്ത്യപ്രവാചകർക്ക് ശേഷം മതപണ്ഡിതന്മാരെ അവരുടെ അനന്തരഗാമികളാക്കുകയും അവർ അള്ളാഹുവിലേക്ക് അടുക്കും തോറും നബിമാർക്ക് നൽകിയ മോജിസത്തിന് പകരമായി കറാമത്തുകൾ നൽകി ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അവർക്ക് മാനവ സമുദായത്തിൽ ഉന്നത പദവി ലഭിക്കുന്നു എന്നതിന് ഖുർആനിലും സുന്നത്തിലും മതിയായ തെളിവുകളുണ്ട്. മഖാമുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയാക്കളെ ആരെങ്കിലും നിന്ദിക്കുകയോ താഴ്ത്തി പറയുകയോ ചെയ്താൽ അവർക്ക് തക്കതായ ശിക്ഷ അള്ളാഹു നൽകുക തന്നെ ചെയ്യും. ഇത് പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും മഹിതമായ ഓർമ്മകൾ മാനവ സമൂഹത്തിന് നൽകിയ പറവണ്ണ ജുമാ മസ്ജിദും മസ്ജിദിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഷെയ്ഖ് സയ്യിദ് മുഹമ്മദ് ബുഖാരിയുടെ മക്ബറയും. أشهد أن لا إله إلا الله. അറബിക്കടലിന്റെയും കനോലി തോടിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ ഒരു കൊച്ചു പട്ടണമാണ് പറവണ്ണ. മതത്തിന്റെ ഭൂപടത്തിൽ പറവണ്ണയ്ക്ക് പണ്ടേ സ്ഥാനമുണ്ട്. ഇന്നത്തെ സുന്നികൾ ആദരപൂർവ്വം ഓർക്കുന്ന മതപണ്ഡിതനും സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് സ്ഥാപക പ്രസിഡന്റും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായിരുന്ന മർഹൂം KPA മൊയ്തീൻകുട്ടി മുസ്ലിയാർ ജനിച്ച നാട്. കേരളത്തിലെ പൗരാണിക പള്ളികളിൽ സ്ഥാനം പിടിച്ച പറവണ്ണ ജുമാഅത്ത് പള്ളി അത്ഭുത സിദ്ധിയോടെ ഇന്നും ഇവിടെ തലയുയർത്തി നിൽക്കുന്നു. ഉദ്ദിഷ്ടകാര്യങ്ങൾ നേടാനും രോഗശമനത്തിനും വേണ്ടി സ്ത്രീകളടക്കം ധാരാളം വിശ്വാസികൾ ജാതിമത ഭേദമന്യേ പള്ളിയോടനുബന്ധിച്ചുള്ള മക്കാം സന്ദർശിക്കാൻ പറവണ്ണയിലേക്ക് വരുന്നു. താഴെ നിലയിൽ അഷ്ടകോൺ ആകൃതിയിലാണ് മക്കാം നിൽക്കുന്നത്. ഇതിനു മുകളിലാണ് കുബ്ബ പണിതിട്ടുള്ളത്. മനസ്സമാധാനത്തിനും രോഗശാന്തിക്കും മറ്റും പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഈ മക്കാമിലേക്ക് ദിനേന നൂറുകണക്കിന് ആളുകൾ എത്തുന്നുണ്ട്. ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഓരോ മഹല്ല് കമ്മിറ്റികളും നിലകൊള്ളണമെന്നും പ്രസംഗത്തിലല്ല പ്രവർത്തനത്തിലൂടെ വേണം നന്മയുള്ള സ്നേഹമുള്ള മതസൗഹാർദ്ദമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ടതെന്നും പറവണ്ണ മഹല്ല സെക്രട്ടറി പറയുന്നു. ഓരോ വീട്ടിലും നാം രക്ഷിതാക്കൾ മക്കൾക്ക് വഴികാട്ടികളാവണം. നമ്മളെ കണ്ടു വേണം അവർ വളരാൻ. നമ്മൾ നന്നായാൽ നമ്മുടെ മക്കളും നന്നാവും. അതോടൊപ്പം തന്നെ നന്മയുള്ള സ്നേഹമുള്ള അഗതികളെ സ്നേഹിക്കുന്ന ഒരു സമൂഹം വളർന്നു വരും. റഷ്യയിലെ ബുഖാറയിൽ നിന്ന് ഇന്ത്യയിൽ വന്ന സയ്യിദ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു മഹാൻ അവർ കൂടെ മക്ബറയാണ് പറവണ്ണയിൽ സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിലെ വളപട്ടണത്ത് പട്ടണം ഇത് ആണ് അവരുടെ ബുഖാരി കുടുംബത്തിൻ്റെ പരമ്പരയുടെ ആദ്യ കണ്ണികളുള്ളത്. ഹിജറ വർഷപ്രകാരം പറവണ്ണ മക്കാമിന് 437 വർഷത്തെ പഴക്കമുണ്ടെന്ന് അനുമാനിക്കുന്നു. വളപട്ടണത്ത് നിന്ന് വിവാഹം ചെയ്ത സെയ്ദ് അവറുകളുടെ മക്കളായ സെയ്ദ് ഇസ്മായിൽ ബുഖാരി, സെയ്ദ് അബ്ദുറഹ്മാൻ ബുഖാരി എന്നിവർ ഫറൂഖ് കരുവന്തിരുത്തിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരുപാട് കറാമത്തുകൾ ചെയ്തവറുകളെപ്പറ്റി അറിയപ്പെടുന്നുണ്ട്. രോഗശമനത്തിനും സദുദ്ദേശങ്ങളുടെ പൂർത്തീകരണത്തിനും വേണ്ടി പറവണ്ണ മക്കാവിൽ ദിനേന എന്നോണം അപാലവൃദ്ധം ജനങ്ങൾ
വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അവരുടേതായ ഉദ്ദേശപൂർത്തീകരണവും രോഗശമനവും ലഭിച്ചിട്ടുണ്ട് എന്ന് ഈ അടുത്ത കാലത്തുള്ള ഇപ്പോഴുള്ള എൻ്റെ കാലയളവിൽ തന്നെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. പഴയ കാലത്ത് അദ്ദേഹം പറവണ്ണയിൽ വരികയും ഇവിടെയുള്ള ആളുകൾ വേണ്ട വിധത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം തിരിച്ചുപോയി ഒരു സിംഹപ്പുറത്ത് പാമ്പിനെ കടിഞ്ഞാണാക്കി വന്നു എന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നത്. ശേഷം ഇവിടെയുള്ള ആളുകൾക്ക് ദീനീപരമായ ദൈവത്വം നൽകുകയും ഇവിടെയുള്ള പഴയ പള്ളി പുനർനിർമ്മിക്കാണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെയുള്ള പഴമക്കാർ പറയുന്നു. ഇവിടെ തീരദേശവാസികൾ താമസിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ തീരദേശത്തിലെ കടൽക്ഷോഭത്തിൽ മറ്റും ഉണ്ടാകുന്ന കടൽക്ഷോഭം ശമിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളടക്കമുള്ള ആ മഹല്ലിലെ ആളുകളൊക്കെ ഇവിടെ വരികയും ഇവിടെ മഹാനവറുടെ മക്കബറ സിയാറത്ത് ചെയ്ത് ഇവിടെയുള്ള കൊടി കൊണ്ടുപോയി അവർ തീരദേശത്ത് നാട്ടുകയും അവിടെയുള്ള കടൽക്ഷോഭം ശമിക്കുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ ഈ അടുത്ത വർഷങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെയുള്ള രോഗശമനത്തിന് വേണ്ടി ഇവിടെ വരുന്ന ആളുകൾ ആ രോഗശമനത്തിന് ശേഷം ഓരോ കാര്യങ്ങൾക്ക് നേർച്ചയാക്കുകയും ആ നേർച്ചയുടെ സ്വർണമായിരുന്നാലും മറ്റു പണമായിരുന്നാലും ഒക്കെ അതിൻ്റെ ശമനം കിട്ടിയതിന് ശേഷം ഈ മക്കബറയിലേക്ക് വേണ്ടി സംഭാവന തരികയും നേർച്ച തരികയും ചെയ്യാറുണ്ട്. ഈ മക്കാമുമായി ബന്ധപ്പെട്ട് ഇതിനെ മോശമായി അല്ലെങ്കിൽ നിന്ദിച്ച രീതിയിൽ സംസാരിക്കുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്കൊക്കെ അതിൻ്റേതായ ഒരു തിക്തഫലവും ഈ മക്കാമിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇവിടെയുള്ള നാട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ പൂർവികരിൽ നമുക്കറിയാൻ സാധിച്ചു. നമുക്ക് ഇവിടെ ഈ മക്കാമ് കണ്ണിൻ്റെ നേരെ കാണണ്ട എന്ന് പറഞ്ഞ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ച തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഇവിടെയുള്ള കൊടി മരവും മറ്റൊക്കെ അല്ലെങ്കിൽ ഇതിനെ മലിമസപ്പെടുത്തുക അല്ലെങ്കിൽ ഇതിനെ അവഹേളിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ആളുകൾക്ക് അതിൻ്റേതായ ഒരു തിക്തഫലം അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ശിക്ഷ എന്ന നിലയ്ക്ക് പല രോഗങ്ങളും വന്ന ചരിത്രവുമുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഒരു ആശാകേന്ദ്രമാണ് പറവണ്ണ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് ഖാജ അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമെന്ന് എൻ്റെ ഈ ചുരുക്കിയ കാലയളവിലുള്ള പ്രവർത്തനം കൊണ്ടും ഈ നാട്ടിലെ പഴമക്കാരിൽ നിന്ന് അറിയിച്ച പ്രകാരവും അറിയാവുന്ന വസ്തുതയാണ്. പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ 1957 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രഥമ ചെയർമാനുമായിരുന്ന പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിടവും ഉൾക്കൊള്ളുന്ന ഒരു വലിയ മഹല്ലിൻ്റെ അല്ലെങ്കിൽ വലിയൊരു പള്ളിയുടെ ഓരത്താണ് ഈ മഹല്ലിൻ്റെ ആസ്ഥാനമായി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് സമസ്തയുടെ ബന്ധപ്പെട്ട ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇവിടെ വരികയും ഇവിടെയുള്ള കിതാബുകളും ദർസിലുള്ള മദ്രസത്തുൽ നൂരിയയുടെ ദർസും മറ്റുള്ള കിതാബുകളൊക്കെ ഗവേഷണം ചെയ്തുകൊണ്ട് ഇവിടെ പണ്ഡിതന്മാരുടെ കേന്ദ്രം തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. മഹാന്മാരായ പണ്ഡിതന്മാരുടെ വഫാത്തുകൾക്ക് ശേഷം ഇപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമായ ഒരു പ്രവർത്തനമൊന്നും ദീനി പണ്ഡിതന്മാരുടെ ഭാഗത്തുനിന്ന് ഇവിടേക്ക് കേന്ദ്രീകരിക്കാറില്ല. മറ്റൊരു കാര്യം, പറവണ്ണ ഉസ്താദ് സ്ഥാപിച്ച മദ്രസത്തുൽ ബനാത്ത് 2-ാം നമ്പർ സമസ്തയുടെ മദ്രസയും ഇവിടുത്തെ തന്നെയാണ് നിലകൊള്ളുന്നത്. മഹാനവറുകൾ പറവണ്ണ മക്കാമിലെ സംബന്ധിച്ച് പൂർവികരായ ആളുകൾക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ഗ്രന്ഥങ്ങളായി രചിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ പല സംഭവങ്ങളും അപൂർവങ്ങളാണ്. പലതും കേട്ടവരിൽ നിന്ന് കേട്ടു ഇങ്ങനെ അറിഞ്ഞു എന്നതല്ലാതെ പൂർവികരപരമായി അതിനൊരു ചരിത്ര പശ്ചാത്തലം ഇല്ല എന്ന് തന്നെ പറയാം. പഴയ കാലത്ത് ഇവിടെ നേർച്ച ഒക്കെ കാര്യമായി നടന്നിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ആ നേർച്ചയുടെ സ്വഭാവത്തെ സംബന്ധിച്ചൊക്കെ നമുക്ക് വ്യക്തമായി അറിയില്ല. പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായി
നേർച്ച എന്ന പേരിൽ ഒരു സ്വലാത്ത് വാർഷികമായിട്ടാണ് നമ്മൾ റബീഉൽ അവ്വലോ റബീഉൽ ആഖിറിലോ പരിപാടി നടത്താറുണ്ട്. അത് മൗലൂദും അത് മഹാനവറുടെ ഒരു മൗലൂദ് രചിക്കപ്പെട്ടൊരു മൗലൂദ് അതൊക്കെ ഓതി അന്നദാനം നടത്തുകയാണ്. വലൈക്കും അസ്സലാം. മക്കാമിൻ്റെ ചരിത്രത്തിൽ ഇപ്പോൾ അത് സയ്യിദന്മാരുടെ ഇത് ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നത് 404 പതിറ്റാണ്ടുകൾ 427 വർഷത്തോളം പഴക്കമാണ്. 4.25 നൂറ്റാണ്ടോളം പഴക്കം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇതിനു മുമ്പ് എന്താ വെച്ചാൽ പറവണ്ണാൽ എൻ്റെ ചൂട്ടിക്കാലത്തൊക്കെ പറയുന്നത് ഇവിടെ മക്കാമിൻ്റെ മുകളിൽ ഓലയാണ് കെട്ടിയിരുന്നത്. അപ്പോൾ മഴ പെയ്യാത്ത സാഹചര്യം പറയും മക്കാമ് കെട്ടിയിടില്ല, മക്കാമ് കെട്ടിയാലേ മഴ പെയ്യുള്ളൂ എന്ന് പറയാറുണ്ട്. അങ്ങനെ മക്കാമിൻ്റെ കെട്ടിൽ ഓല മെയ്യൽ പൂർത്തിയായതിനു ശേഷമാണ് ഇവിടെ മഴ തന്നെ ലഭിക്കാറുള്ളത്. അങ്ങനെ ഒരു ഐതിഹ്യം ഇവിടെ എൻ്റെ കുട്ടിക്കാലം തന്നെ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഓല മാറ്റി ഇപ്പോൾ കോൺക്രീറ്റായെന്ന് മാത്രം. മഹല്ലേമാത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ക്രിയാത്മകമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. നമ്മൾ വലിയ ഒരു 1000 ചില്ലാനം മഹല്ലുകൾ വീടുകൾ ഉൾക്കൊള്ളുന്ന 1500ഓളം വീടുകൾ നമ്മുടെ മഹല്ലിൽ ഇപ്പം നിലവിലുണ്ട്. ആ മഹല്ലുകളിൽ ഒക്കെ നമ്മൾ ഒരുപാട് ഇപ്പം ഒരു വർഷത്തെ ഇതിലാണ് പ്ലാറ്റിനം ജൂബിലിയോട് ബന്ധപ്പെട്ട് ഒരു വർഷത്തെ വിവിധ തരങ്ങളായ പരിപാടിയിൽ ഒരു വിഷയം മദ്യാസക്തിക്കെതിരെയുള്ള ബോധവൽക്കരണവും അതിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ച് അങ്ങനെ നടത്തി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടുത്ത വഴി അതിൻ്റെ ഒരു സ്റ്റെപ്പായി നടത്താനുള്ള പരിപാടിയാണ്. ഹിജ്റ വർഷം 1095 പറവണ്ണയിൽ മരണപ്പെട്ട ഷെയ്ഖ് സയ്യിദ് മുഹമ്മദ് ബുഖാരിയുടെ മക്ബറ സന്ദർശിക്കാനാണ് ഭക്തന്മാർ വരുന്നത്. ഹിജ്റ 1021 വളവട്ടണത്താണ് ഇദ്ദേഹത്തിന്റെ ജനനം. പറവണ്ണ ജുമാഅത്ത് പള്ളിക്ക് മുൻവശമാണ് ഷെയ്ഖിന്റെ മക്ബറ. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പൊന്നാനിയിൽ ഷെയ്ഖ് ഉപരിപഠനം നടത്തി. ഉസ്താദ് ഷെയ്ഖ് ഉസ്മാനുൽ മക്തൂം ആയിരുന്നു. പിതാവിൽ നിന്ന് തന്നെ ഖാദിരിയ തരീഖത്ത് പഠിച്ച് കൊച്ചിയിൽ മരണപ്പെട്ട സയ്യിദ് ഇസ്മായിൽ ആണ് പിതാവ്. വളപട്ടണത്തിൽ നിന്നും കല്യാണം കഴിച്ച ഇദ്ദേഹത്തിന് സയ്യിദ് അബ്ദുൽ റഹ്മാൻ, സയ്യിദ് ഇസ്മായിൽ എന്നീ 2 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. അലി ഇബ്നു അബി ത്വാലിബിലേക്കാണ് ഇദ്ദേഹത്തിന്റെ വംശപരമ്പര അവസാനിക്കുന്നത്. ഷെയ്ഖ് സയ്യിദ് മുഹമ്മദ് ബുഖാരി മരണപ്പെട്ടിട്ട് ഏകദേശം 326 വർഷത്തോളമായി എന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹം പറവണ്ണയിൽ നിന്നും ഒരു കല്യാണം കഴിച്ചിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബുഖാരിയുടെ മൂത്ത പുത്രൻ ഹജ്ജിന് പോയപ്പോൾ മദീനയിൽ മരണമടഞ്ഞു. രണ്ടാമത്തെ മകനായ ഇസ്മായിൽ പിതാവിന്റെ ഖബർ സന്ദർശനത്തിന് വേണ്ടി പറവണ്ണയിൽ വരികയും പിന്നീട് പൊന്നാനിയിൽ പോയി മഖ്ദൂം കുടുംബത്തിൽ നിന്നും കല്യാണം കഴിക്കുകയും ചെയ്തു. ഈ വിവാഹ ബന്ധത്തിൽ ഇസ്മായിലിന് അഹമ്മദ് അബ്ദുൽ റഹ്മാൻ എന്ന 2 മക്കൾ ജനിച്ചു. പിന്നീട് ഭാര്യ മരിച്ചപ്പോൾ മക്കളോടൊന്നിച്ച് ചാലിയത്തിനടുത്തുള്ള കരുവന്തുരുത്തിയിലേക്ക് പോവുകയും ഇന്ന് കരുവന്തുരുത്തിയിലെ പഴയ പള്ളിയിലെ മുൻവശത്ത് കാണുന്നത് സയ്യിദ് ഇസ്മായിലിന്റെ മഖാമാണ്. പറവണ്ണ പള്ളി ഖബർസ്ഥാനിൽ 800 വർഷത്തോളം പഴക്കമുള്ള ഖബറുകൾ ഇപ്പോഴും കേടുകൂടാതെ ഉണ്ടെന്ന് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഈ ഖബറിന്റെ മീതെയുള്ള മീസാൻ കല്ലിൽ കൊത്തിവെച്ച അറബി ലിപി വ്യക്തമായി കാണാവുന്നതാണ്. ഇത്തരം ഖബറുകൾ ഈ പള്ളിവളപ്പിൽ ഉണ്ടെന്നത് പറവണ്ണയിലെ യുവതലമുറയ്ക്ക് അറിയില്ല. പഴക്കമുള്ള ഇത്തരം ഖബറുകൾ കേരളത്തിൽ തന്നെ അപൂർവമാണ്. അടുത്ത കാലത്ത് പറവണ്ണ പള്ളിക്കുളം വൃത്തിയാക്കുമ്പോൾ 18 ഇഞ്ച് വലിപ്പമുള്ള ഒരുപാട് പഴക്കം തോന്നിക്കുന്ന ചെരുപ്പ് ഈ പള്ളിക്കുളത്തിൽ നിന്നും കിട്ടി.